ബോച്ചെ ഒരു ബിസിനസ്സുകാരനാണ്. ബോച്ചയുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് OPM, അതർ പീപ്പിൾസ് മണി, കണ്ടവന്റെ കാശിട്ട് കളിക്കുക എന്നുള്ളതാണ് ബോച്ച ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിക്ഷേപം, അത് പണമായിട്ടും പഴയ സ്വർണ്ണമായിട്ടും ബോച്ചെ ജ്വല്ലറികളിൽ വാങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓൾഡ് ഗോൾഡ്, പഴയ സ്വർണം വാങ്ങുന്നു, അത് നിക്ഷേപമായി അയാൾ സേവ് ചെയ്യുന്നു. എന്നിട്ട് ഇന്നത്തെ ഗോൾഡ് റേറ്റിന് ഭാവിയിൽ സ്വർണം തരാം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റ് വെക്കുന്നു. ഈ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപം ഇങ്ങനെ സമാഹരിച്ചു കൊണ്ടേയിരിക്കുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ നിക്ഷേപിച്ചവർ കാശ് തിരികെ ചോദിക്കുമ്പോൾ പുതിയൊരു നിക്ഷേപന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുന്നു. അത്തരത്തിലുള്ളൊരു റോളിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഇയാൾ പോകുന്നത്. ഒരു ദിവസം ഇയാളുടെ ഫണ്ട് ഫ്ലോ നിലച്ചു കഴിഞ്ഞാൽ ബോച്ചയുടെ സാമ്രാജ്യം തീർന്നു. ബോബിയുടെ ഹണിറോസ് കേസിൽ ബോബി അകത്തായതിനു ശേഷം ആ ഫ്ലോയിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ കുറവ് മറികടക്കണമെന്നുണ്ടെങ്കിൽ നിസ്സാരമായി ബോച്ച ഒരു ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം അത് സാധിക്കണമെന്നില്ല. നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാനായിട്ട് ബോച്ചയ്ക്ക് വലിയൊരു ഷോ ഓഫ് ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പൊതുവികാരം ബോച്ചയ്ക്കൊപ്പമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു മീഡിയ മാനിപ്പുലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ പെണ്ണ് കേസിലുണ്ടായ നാണക്കേട് മറികടക്കാൻ അയാൾക്ക് സാധിക്കും. അതൊന്ന്. രണ്ടാമത്, ബോച്ചെ സ്ഥിരം ആഗ്രഹിക്കുന്നത് പോലെ മീഡിയ പബ്ലിസിറ്റി കിട്ടും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചെടുക്കാനാണ് ബോച്ച ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എല്ലാം പൊളിഞ്ഞുപോയി.